നമുക്കിന്നൊരു ലെമൺ കോറിയാൻഡർ നൂഡിൽസും നല്ലൊരു ഹെൽത്തി സ്മൂത്തിയും ഉണ്ടാക്കി നോക്കാം. കാണാം. ലിറ്റർ പാലില് 1 കപ്പ് മഖാനയും ഒരു 8-10 ആൽമണ്ട്സും ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഞാൻ കുതിർക്കാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. നേരത്തെ കുതിർത്ത് വെച്ച മഖാന, ആൽമണ്ട്, ഒരു പഴം, ഒരു ആപ്പിള്, ഇത് ഇത്രയും കൂടി കുറച്ച് ചോക്ലേറ്റ് പൗഡറും ചേർത്ത് നന്നായിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവുകയാണ്. വേറെ മധുരം ഒന്നും ചേർക്കുന്നില്ല. നൂഡിൽസ് ഞാൻ ആവിയിൽ വേവിച്ചെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരു 2 മിനിറ്റ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത നൂഡിൽസിനെ ഒരു സ്റ്റീമറിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം. പാൻ ചൂടാക്കി അതിലേക്ക് ആദ്യമേ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് വഴറ്റിയെടുക്കാം. ഞാനിത് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ തന്നെ മൂപ്പിച്ചെടുക്കാം. കയറ്റിയ നൂഡിൽസ് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു പാത്രത്തില് നേരത്തെ മൂപ്പിച്ചെടുത്ത സവാളയും വെളുത്തുള്ളിയും ഉപ്പും പിന്നെ ഞാൻ എടുത്ത മാഗിയുടെ അത്രയും ബോക്സിലുള്ള മാഗി മസാല, പിന്നെ ഇത് ക്രഷ്ഡ് ചില്ലി, പിന്നെ നമ്മുടെ പച്ചമുളകും ക്യാപ്സിക്കവും കൂടി അരിഞ്ഞതാണ്. ക്യാപ്സിക്കം വേണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ധാരാളമായിട്ട് തന്നെ മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ലൈം ജ്യൂസ്, അതായത് ഒരു നാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഒരു നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് വെച്ച കൂട്ടിലേക്ക് നല്ലപോലെ ചൂടാക്കിയ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ. ഇതും ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം. അതിലേക്ക് നമ്മുടെ നൂഡിൽസ് ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ലെമൺ കോറിയാൻഡർ നൂഡിൽസും മധുരം തീരെ ചേർക്കാത്ത സ്മൂത്തിയും തയ്യാറായിട്ടുണ്ട്. ഇതിനകത്ത് നാരങ്ങ ചേർക്കുമ്പോൾ നമ്മുടെ പുളിയുടെ സ്വാദനുസരിച്ചുള്ള അളവ് ചേർത്താൽ മതി. ഷേക്കിന് വേണമെങ്കിൽ അല്ലെങ്കിൽ സ്മൂത്തിക്ക് വേണമെങ്കിൽ കുട്ടികളുടെ മധുരം അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അല്ലാതെ തന്നെ ആവശ്യത്തിനുള്ള മധുരം കിട്ടുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.